മാപ്പ് ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ വീട്ടിലുണ്ടായ തേയില ചെടിയുടെ കുരുന്നുകളും അതുപോലെ തന്നെ ശംഖുപുഷ്പവുമാണ് ഞാൻ ബ്ലൂ ടീ ഉണ്ടാക്കാനായിട്ട് എടുത്തത്. എൻ്റെ വീട്ടിലുണ്ടായത് തന്നെയാണ് എല്ലാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ: കുറച്ച് ശംഖുപുഷ്പം എടുക്കുക, ഒരു പിടി. അതുപോലെ തന്നെ തേയിലയുടെ കുരുന്നും അത് മാറ്റി വയ്ക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ട് വേറെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില, നാരങ്ങ, മുക്കുറ്റി, കറുകപ്പട്ട. ഇതെല്ലാം വീട്ടിലുണ്ടായത് തന്നെയാണ്. കറുകപ്പട്ടയുടെ ഒരു ചെടിയും എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്തതാണിതെല്ലാം. എന്നിട്ട് കുറച്ചൊരു പാത്രത്തിൽ നിറയെ 1.5-2 ലിറ്ററോളം വെള്ളം ഒരു പാത്രത്തിലെടുത്ത് അത് നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് മുക്കുറ്റി, പിന്നെ നാരങ്ങ തൊണ്ടാണ്, നാരങ്ങ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് അത് തൊണ്ട് അരിഞ്ഞിടുക, കറുകപ്പട്ട, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കുക, ഇഞ്ചി ചതച്ചിടുക. അത് നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നന്നായി വെട്ടിത്തിളച്ച് കുറച്ചൊന്ന് വറ്റണം. വറ്റിയതിന് ശേഷം ആ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ചൂടോടുകൂടി തന്നെ അതിൽ ശംഖുപുഷ്പവും പിന്നെ ഈ തേയിലയുടെ കുരുന്നും ഇട്ടിട്ട് അത് അടച്ചു വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ചൂടാണ് കുടിക്കണമെങ്കിൽ അതിൽ നാരങ്ങ നീര് ചേർക്കണമെന്നില്ല. അപ്പോൾ തണുത്തതിന് ശേഷം വേണമെങ്കിൽ ബാക്കി അതിൽ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ആ നാരങ്ങ നീര് ചേർത്ത് നമുക്ക് ഇതുപോലെ കുടിക്കാവുന്നതാണ്. എല്ലാത്തിനും ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ നല്ലതാണല്ലോ. എല്ലാ ദിവസവും വേണമെന്നില്ല, ആഴ്ചയിൽ ഒരു 3 ദിവസം ആയാലും മതി.